Dear students, Kerala Engineering Entrance എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിലെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് എന്ന സെക്ഷനാണ് ഇവിടെ ഡീൽ ചെയ്യുക. ആദ്യം 2020 ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, എ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് 10 μF. Dielectric constant of the medium to be introduced in between its plates to double its capacitance. നമുക്കറിയാം, സാധാരണ എയർ ആണ് ഒരു മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0A/d ആണ്. ദാറ്റ് ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റി, ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആൻഡ് d ദ സെപ്പറേഷൻ. അപ്പോൾ അതിന് പകരം ഒരു ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ സി എന്ന് പറയുന്നത് നമുക്കറിയാം കെ ഇൻറ്റു ε0A/d ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു C0 ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഡബിളായിട്ട് മാറണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദാറ്റ് മീൻസ് എ ആസ് ദി ആൻസർ. We can move with the next one. The potential V at any point in space is given as V, the potential is equal to 4z square, where x, y, z all are in meter. That electric field at the point x, y, z at 102 in volt per meter is. അപ്പോൾ നമുക്ക് ഇനിഷ്യലി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റാണ്. അതിന് വെക്ടർ ആസ്പെക്ട്സിൽ നമ്മൾ എഴുതുമ്പോൾ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് EXI പ്ലസ് EYJ പ്ലസ് EZK എന്നുള്ളതിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ രൂപത്തിലേക്ക് എഴുതുമ്പോൾ dV/dx ഇൻറ്റു I മൈനസ് dV/dy ഇൻറ്റു J മൈനസ് dV/dz ഇൻറ്റു K. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഇസഡ് കമ്പോണൻറ്റുകൾ മാത്രമുള്ളത് കൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 4z² ആണ്. സോ 8z ആയിട്ട് മാറുന്നു. നമുക്ക് വേണ്ട ഈ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് dV/dx ആണ്, dz ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -8z എന്നാണ് അർത്ഥം. അപ്പോൾ -8 ഇൻറ്റു ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൊസിഷൻ എന്ന് പറയുന്നത് 2 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ -16 എലോങ് ഇസഡ് ഡയറക്ഷൻ എന്നാണ് അർത്ഥം. -k എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇസഡ് ആക്സിസ് എന്നാണ് അർത്ഥം. സോ വി ഗെറ്റ് B as the answer for the second question. ഇപ്പോൾ 2020 തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. The work done in moving a point charge of 10 microcoulomb through a distance of 3 centimeter along the equatorial axis of an electric dipole. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് -q + q. ഏതൊരു ലൊക്കേഷനിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 p cos θ /r². അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവൻ്റെ ആംഗിളുമായിട്ട് പ്രൊപ്പോർഷണലാണ്. ഇക്വിറ്റോറിയൽ പോയിൻറ്റിൻ്റെ കൺസെപ്റ്റാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഈ ലൈനിലാണ്. അപ്പോൾ അത് നമ്മുടെ ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്ററിലേക്ക് ഇവിടെ എത്തിച്ചു. പൊസിഷൻ 1, പൊസിഷൻ 2, രണ്ട് പൊസിഷനിലെയും പൊട്ടൻഷ്യൽ 0 ആണ്, സെയിം ആണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ 2 മൈനസ് പൊട്ടൻഷ്യൽ 1 എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ചാർജ് ആയിട്ട് എടുത്താൽ ദാറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആക്കി നമുക്ക് കിട്ടും. സോ ഇ എസ് ദി ആൻസർ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജ് മൂവ്മെൻറ്റിനുള്ള വർക്ക് ഡൺ 0 ആണെന്നുള്ള കാര്യം ഓർക്കുക. 2019 ഉള്ള ക്വസ്റ്റ്യനാണ് നാലാമത്തെ ഡിസ്കസ് ചെയ്യുക. 4 point charges with equal magnitude 5 coulomb but different signs
are placed at the four corners of a square of side 10 meter. Assuming that the square is centered at the origin and the configuration of the charges are given in the figure, the potential and the magnitude of electric field at the origin respectively are. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അവിടെ അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കിവനെ സി റെപ്രസെൻറ്റ് ചെയ്യാം. എ, ദിസ് ഈസ് എസ് ബി, ആൻഡ് ദിസ് ഈസ് എസ് സി, ആൻഡ് ദിസ് ഈസ് എസ് ഡി. ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സെൻട്രലാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 4 കോൺട്രിബ്യൂഷൻസിൻ്റെയും സം എടുത്താൽ മതിയാവും. ഓൾജിബ്രൈ സം ആണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അപ്പോൾ നമുക്ക് വെക്ടറിൻ്റെ കൺസെപ്റ്റ് വേണ്ട, കാരണം ഇവനൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് സാധാരണ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു അവിടുത്തെ റെസ്പോൺസിബിൾ ആകുന്ന ചാർജ് ഡിവിഷൻ ബൈ സെപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ഒരു സ്ക്വയർ ആയതുകൊണ്ട് എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ കെയും ക്യൂവും എക്സും എല്ലാ കോൺട്രിബ്യൂട്ടേഴ്സിനും സെയിം അല്ലേ, പക്ഷേ ചാർജിൻ്റെ സൈൻ മാത്രമല്ല ഡിഫറൻറ്റ്. അപ്പോൾ എയുടെ കോൺട്രിബ്യൂഷനെ ഞാൻ വി എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ബിയുടെ കോൺട്രിബ്യൂഷനെ മൈനസ് ബി എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. സി എന്ന് പറയുന്നത് വി ആകും, മൈനസ് വി ആകും, ആൻഡ് വി ഡി എന്ന് പറയുന്നത് പ്ലസ് വി ആകും. സോ അവ തമ്മിൽ ക്യാൻസലായി പോകുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് അവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. സോ ഇ എ പ്ലസ് ഇ ബി പ്ലസ് ഇ സി പ്ലസ് ഇ ഡി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻസിനും ഡയറക്ഷനെയും കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ എയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നമുക്കറിയാം. വെൻ എ ടെസ്റ്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഹിയർ we can write it to be k into the charge 5 coulomb ആണ് by separation x square. അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ സി ആണ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമുക്ക് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ബിയുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഒ ഡ്യൂ ടു ദ ബി. അപ്പോൾ നമുക്കറിയാം ടെസ്റ്റ് ചാർജിന് നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ അവനെ ഇവൻ അട്രാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലേ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ അവൻ്റെ മാഗ്നിറ്റ്യൂഡും ഇത് തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് സി ബി ആയിരിക്കും. അപ്പോൾ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കോൺട്രിബ്യൂഷൻ ഫ്രം സി. അപ്പോൾ അവിടെയും മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസമില്ല എന്ന് ഓർക്കുക. പക്ഷെ മൈനസ് ചാർജ് ആയതുകൊണ്ട് അവനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് എ സി. അതേപടി തന്നെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒ ഡി ടു ഡി കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ പോസിറ്റീവ് ചാർജാണ് ഇവൻ, ആ ടെസ്റ്റ് ചാർജിനെ തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് സി ബി. നോക്കൂ, ഇവിടെ ഈ ഒയും എയും ഒരേ ഡയറക്ഷനിലാണ്, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ ഉറപ്പിച്ചു ഇവിടെ 2 കോൺട്രിബ്യൂട്ടേഴ്സ് ഓരോ ഡയറക്ഷനിൽ, പക്ഷെ അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ആമിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു ദി ഇലക്ട്രിക് ഫീൽഡ് എനി വൺ നമുക്ക് കൺസിഡർ ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പക്ഷേ ഇവ തമ്മിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മുടെ നെറ്റ് വാല്യൂ റൂട്ട് ഓഫ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2E1 E2 കോസ് 590 ആയി മാറിയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് തന്നെ √2 ടൈംസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ √2 ഇൻറ്റു 2 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കെ, ദാറ്റ് ഈസ് കെ ടൈംസ് ഓഫ് 5 ഡിവിഷൻ ബൈ എക്സ് സ്ക്വയർ. അവിടെ സൈഡ് എന്ന് പറയുന്നത് 10 അല്ലേ, അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് 10√2 അല്ലേ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10√2/2 അല്ലേ. സോ ദാറ്റ് മീൻസ് 5√2 ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് മച്ച് സ്ക്വയർ. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2k ഇൻറ്റു 5 ബൈ ദാറ്റ് 25 ഇൻറ്റു 2 ക്യാൻസൽ ആയിട്ട് മാറുകയാണ്. So it becomes 5. So we get the answer √2/5 times k. So കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം ബിയിലേക്ക് നമുക്ക് എത്തിയിരിക്കുകയാണ്. സോ ഫോർ ദ 4th question B is the answer.
അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്, 2019 A dipole moment P is given as P0K is kept at the origin. An external electric field is given as that value. Which of the following statement is true? ആദ്യം പറയുന്നത് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈസ് 0. ഉറപ്പായിട്ട് നമുക്കറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം ഒരു ഡൈപോൾ വെക്കുമ്പോൾ അതിൻ്റെ ചാർജും ഇലക്ട്രിക് ഫീൽഡും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലീനിയർ ഫോഴ്സ് 0 ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റൊക്കെ നമുക്കറിയാം. കാരണം ഇവിടെ ഒരു -q ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ വട്ട് ഓർ മേ ബി ദ കേസ് അത് രണ്ടും ക്യാൻസലായി പോകുന്നു എന്നറിയാം. വൈൽ ദ ടോർക്ക് റൊട്ടേറ്റ്സ് എ ഡൈപോൾ ഇൻ ദി XY പ്ലെയിൻ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുന്നത് P×E ആയിട്ട് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെക്ടർ കൺസെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി IJK ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവന് K കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് E0 പുറത്തേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ 2 - 3 4 ആയിട്ട് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ അവൻ്റെ നെറ്റ് വാല്യൂവിലേക്ക് നമുക്ക് എങ്ങനെ പോകാം? ദാറ്റ് ഈസ് ഈക്വൽ ടു I കമ്പോണൻ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് വാല്യൂ 0 ആയി മാറുന്നു. സോ -3P0 ദാറ്റ് ഈസ് I. പിന്നെ -j ഇൻറ്റു അവിടെയും 2 ഇൻറ്റു P0 ആക്കി മാറുകയാണ്. അടുത്ത് കെയുടെ വാല്യൂ എടുക്കുമ്പോൾ രണ്ടും 0 ആയിട്ട് മാറുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു 3P0I -2P0j. സോ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഇൻ ദി XY പ്ലെയിൻ. സോ നമുക്ക് എ എന്ന് പറയുന്ന ചോയ്സ് ആൻസറായിട്ട് കൺസിഡർ ചെയ്യാം. നമ്പർ 6th one. Find the total capacitance of the total and the total charge on the capacitors. ആദ്യം നമുക്ക് എഫക്റ്റീവായിട്ട് ഇവനെ ഒരു സിമ്പിൾ സർക്യൂട്ടാക്കി മാറ്റാൻ ശ്രമിക്കാം. ഇവിടെ 1NFഉം 2NFഉം പാരലല്ലേ. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യല്ലേ ചെയ്യൂ. 1NF + 2NF എന്ന് പറയുമ്പോൾ അത് 3NF ആയിട്ട് മാറിയില്ലേ. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3NF + 3NF that is connected to a 6-volt battery. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി എഫക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായി കഴിഞ്ഞു. കാരണം ഈ 3യും സീരീസ് അല്ലേ. അപ്പോൾ C1 C2 C1 + C2 എന്ന് നമുക്ക് എടുത്തൂടെ. അപ്പോൾ 3 × 3 / 6 അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാമെന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3/2 ENF ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സി എഫക്റ്റീവ് കിട്ടി. അപ്പോൾ 1.5 NF ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സി എഫക്റ്റീവ് ഇൻറ്റു പൊട്ടൻഷ്യലാണ്. അപ്പോൾ സി എഫക്റ്റീവ് എന്ന് പറയുന്നത് 1.5 N ഇൻറ്റു ദാറ്റ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് 6 ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് 3/2 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 9 N കൂളം. So that is a very important one. So അങ്ങനെ വരുമ്പോൾ we get the answer for the 6th one as 1.5 NF 9 nanocoulomb as the answer. We can move with the question number 7. ഇവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, when two capacitors are connected in parallel, the resultant combination has a capacitance of 10 μF. സോ നമുക്ക് അവിടെ നിന്ന് വ്യക്തതയോടെ എഴുതാൻ പറ്റുന്ന കൺസെപ്റ്റ് C1 + C2 എന്ന് പറയുന്നത് 10 μF എന്നാണ് പറയുക. When the same capacitors are connected in series, the capacitance become 0.5 μF. That is a C1 C2 division by C1 + C2 എന്ന് പറയുന്നത് 0.5 μF എന്നാണ് തന്നിരിക്കുക. ഈ C1 + C2 എന്ന് പറയുന്നത് 10 μF നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C1 C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 μF ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളിലേക്ക് അവിടെ നിന്ന് നമുക്ക് C2ന് ഒരു ഇക്വേഷൻ എടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് 5 സോ C1 + C2 എന്ന് പറഞ്ഞാൽ 10 μF ആണ്. അപ്പോൾ അത് 5 μ² ആവും. സോ 5 μ² ഡിവിഷൻ ബൈ C1 ആണ്. നമുക്കതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C1 + 5 μ² ഡിവിഷൻ ബൈ C1 ഈക്വൽ ടു 10 ആയിട്ട് മാറുകയാണ്. 10 μ. അപ്പോൾ നമുക്കതിനെ C1 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ C1² + 5 μ² ഈക്വൽ ടു ദാറ്റ്
C1 mu. യെസ്, അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറി? C1 സ്ക്വയർ മൈനസ് 10C1 mu1 യെസ് പ്ലസ് 5 mu സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് റിലേഷനിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്കറിയാം മൈനസ് ബി എന്താണ്? മൈനസ് ബി 10 mu1 അല്ലേ. 10 mu പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്താണ്? സോ 10 mu സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി എത്രയാണ്? 5 mu സ്ക്വയർ ആണ് ബൈ 2 ഇൻറ്റു എ 1. That is equal to 10 mu plus or minus root of 10 square 100 mu square minus 20 mu square, that division by 2. That is equal to 10 mu plus or minus root of 100 minus 20 80 mu f square. അപ്പോൾ root 80 mu, that division by 2. അപ്പം root 80യെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അത് നമുക്ക് 4√5 mu ആയിട്ട് നമുക്ക് പറയാം. സോ ബൈ 2. സോ ഒന്ന് ഡിവൈഡ് ചെയ്താൽ 5 mu പ്ലസ് ഓർ മൈനസ് 2√5 ആണ്. നമുക്ക് 2√5 ആണ്. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് C1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 5 mu പ്ലസ് 2√5 mu ആയിട്ട് നമുക്ക് എടുക്കാം. സോ 5 പ്ലസ് 2√2 mu. അങ്ങനെയാണെങ്കിൽ C2 5 മൈനസ് 2√5 mu ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ആസ് C ചോയ്സ്. കൺഫ്യൂഷൻ ഉണ്ടാകണ്ട, കാരണം ഇനി നമുക്ക് C1ൻ്റെ വാല്യൂ C2വിൽ കൊടുത്താലും ഇതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. C is the ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2017 ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 5 ഈക്വൽ പോയിന്റ് ചാർജസ് വിത്ത് Q is equal to 10 നാനോ കൂളം ആർ ലൊക്കേറ്റഡ് അറ്റ് X is equal to 2, 4, 5, 10, 20. അപ്പോൾ X is equal to 2, 4, 5, 10, 20. അപ്പോൾ ഇത്രയും സെപ്പറേഷനുകളിൽ നമ്മൾ ഒരേ ചാർജ് Q നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എപ്സിലോൺ സീറോയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ദ ഒറിജിൻ. അപ്പോൾ നമ്മളിതിനെ 1, 2, 3, 4, 5 കേസസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ഒറിജിൻ എന്ന് പറയുന്നതിന് 5 കോൺട്രിബ്യൂഷൻ അല്ലേ. V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 പ്ലസ് V5. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ V1 എത്രയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എസ്. അവൻ്റെ ചാർജ് എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് നമുക്ക് ഓക്കെ KQ ബൈ R1 പ്ലസ് KQ ബൈ ആദ്യത്തത് 2 ഗ്യാപ്പാണ്, രണ്ടാമത്തത് 4 ഗ്യാപ്പാണ്, മൂന്നാമത്തത് 5 ഗ്യാപ്പാണ്, നാലാമത്തത് ഇറ്റ് ഈസ് 10 ഗ്യാപ്പാണ്, അഞ്ചാമത്തത് ഇറ്റ് ഈസ് 20 ഗ്യാപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് KQ എന്ന് പറയുന്നത് പുറത്തെടുത്താൽ 9 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 9 ഇൻറ്റു ചാർജ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 9 ഇൻറ്റു 1/2 പ്ലസ് 1/4 പ്ലസ് 1/5 പ്ലസ് 1/10 പ്ലസ് 1/20. അപ്പോൾ അതിന് വളരെ വ്യക്തതയോടെ രണ്ട് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 90 ഇൻറ്റു ദാറ്റ് ആ വാല്യൂ എന്ന് പറയുന്നത് ലെറ്റർ 22/20 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആയിട്ട് നമുക്ക് മാറ്റാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു 11/10 ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 99. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ വി ടേക്ക് D as the answer. So we can move with the question number 9th one. 2015 ചോദ്യമാണ്. A charge capital Q is distributed over two concentric hollow spheres A and B so that the surface charge densities are equal. The potential at the common center is 1/4π0 times. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം, രണ്ടിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് സെയിം എന്നാണ് പറയുന്നത്. സിഗ്മ എ ഇസ് ഈക്വൽ ടു സിഗ്മ ബി എന്നാണ് പറയാം. അപ്പോൾ ഇത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എ കൂടുതലാണ്. അപ്പോൾ എ റേഡിയസ് ഉള്ളത്. അപ്പോൾ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് എ ആണ്, ഇത് നമുക്ക് ബി റേഡിയസ് ഉള്ളതായിട്ട് എടുക്കാം. അപ്പോൾ ഇത് എ, ഇതിനുള്ള ചാർജ് ക്യൂ ആയിട്ട് എടുക്കാം, ഇതിനുള്ള ചാർജ് ക്യൂ ബി ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്
ഈക്വലായിട്ട് സർഫസ് ചാർജൻസ് വരത്തക്ക തരത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറയുമ്പോൾ ക്യു എ ബൈ 4 π എ സ്ക്വയർ എന്ന് പറയുന്നത് ക്യു ബി ഡിവിഷൻ ബൈ 4 π b² എന്നാണ് ഇനിഷ്യലി നമ്മളോട് പറയാം. അപ്പോൾ നമുക്ക് പറയാം ക്യു എ ഡിവിഷൻ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് ക്യു ബി ബൈ b². പക്ഷേ ഒരു കാര്യമുള്ളത്, രണ്ടിലും കൂടെ ടോട്ടൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് എത്രയായിട്ട് നമുക്ക് പറയാം? ദാറ്റ് ഈസ് ക്യു എ പ്ലസ് ക്യു ബി. ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ക്യു ഈക്വൽ ടു ക്യു എ പ്ലസ് ക്യു ബി ആണെങ്കിൽ നമുക്ക് ക്യു ബിക്ക് പകരമായിട്ട് ക്യു മൈനസ് ക്യു എ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യു എ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്യു മൈനസ് ക്യു എ ബൈ ദ ഡിവിഷൻ ബൈ b². അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യു എയും ക്യു ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിലേഷൻ ഫോർ ക്യു എ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യു ബൈ എ സ്ക്വയർ പ്ലസ് b² ഇൻറ്റു എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ആ ക്യു എ വാല്യൂ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യു ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്യു b² ഡിവിഷൻ ബൈ എ സ്ക്വയർ പ്ലസ് b² എന്ന് കിട്ടി. ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ? അപ്പോൾ ഈ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഒ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന് 2 കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും. ഒന്ന് നമ്മളുടെ എയുടെ റേഡിയസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ VOA ആയിട്ട് എടുക്കാം. 2 ബിയുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഇൻസൈഡ് പോയിൻ്റ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നും അതിൻ്റെ വാല്യൂ അതിൻ്റെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിന് തുല്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ VOA എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? K ഇൻറ്റു അവിടുത്തെ ചാർജ് ഡിവിഷൻ ബൈ ദാറ്റ് റേഡിയസ് as A ആൻഡ് ബിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു ക്യു ബി ഡിവിഷൻ ബൈ ബി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എന്താണ് ക്യു എ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൃത്യതയോടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു എ സ്ക്വയർ ഡിവിഷൻ ബൈ എ സ്ക്വയർ പ്ലസ് b² ദാറ്റ് ഡിവിഷൻ ബൈ എ പ്ലസ് K ഇൻറ്റു ക്യു ബി ആയിട്ട് നമുക്ക് എന്താണ് നമുക്ക് തന്നിരിക്കുക? ക്യാപിറ്റൽ ക്യു b² ഡിവിഷൻ ബൈ എ സ്ക്വയർ പ്ലസ് b². അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ K ഇൻറ്റു ദാറ്റ് ക്യു ഡിവിഷൻ ബൈ എ സ്ക്വയർ പ്ലസ് b² എന്ന് പറയുന്നത് ഇൻറ്റു ഒരു എ ക്യാൻസലായി ഒരു ബി ക്യാൻസലായി. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് എ പ്ലസ് ബി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1/4πε0 ടൈംസ് ക്യാപിറ്റൽ ക്യൂബ് ഇൻറ്റു എ പ്ലസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് b² for 9th one. We get the answer as A. We can move with the question number 10. The velocity acquired by a particle of mass m and charge q accelerated from rest by a potential. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാം അതിൽ ചെയ്ത വർക്ക് ആയിരിക്കും അവൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. ക്യൂ ചാർജ് വി പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യലായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ m ഇൻറ്റു v². അപ്പോൾ നമുക്ക് വേണ്ടത് വെലോസിറ്റി സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി 2qv ഡിവിഷൻ ബൈ m. So that velocity become root of 2qv division by m ആയിട്ട് നമുക്ക് പറയാം. So we get the answer as E choice. We can move with the question number 11. A 5 microfarad capacitor is fully charged by a 12-volt battery and then disconnected. If it is connected now parallel to an uncharged capacitor, the voltage across it is 3 volt, the capacity of the uncharged capacitor. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആദ്യം നമുക്ക് C1 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 എന്നാണ് തന്നിരിക്കുക. രണ്ടാമതൊരു കപ്പാസിറ്റർ ഉണ്ട് C2, പക്ഷേ അവൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. എന്നിട്ട് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുക. സോ C1 ഉം C2 ഉം പാരലായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇവർ തമ്മിലുള്ള കോമൺ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് C2വിൻ്റെ വാല്യൂ? അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് കൺസർവേഷനാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ളതും അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചേരുന്നതിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും സം ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്? അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്
സി ഇവൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഒരു പാരൽ സർക്യൂട്ട് ആയതുകൊണ്ട് C1 + C2 ഇൻറ്റു അവിടുത്തെ കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Q1. ഇവൻ്റെ ചാർജ് എന്ന് പറയുന്നത് C1 V1 ആണെന്ന് നമുക്കറിയാം. രണ്ടാമത്തേന് പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സോ കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് C1 V1 ഡിവിഷൻ ബൈ C1 + C2 ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എല്ലാ വാല്യൂസും നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് C1 + C2 എന്ന് പറയുന്നത് C1 V1 ബൈ VC ആയിട്ട് മാറി. സോ അത് ബേസ് ചെയ്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് C2 ആണ് വേണ്ടത്. അപ്പോൾ C1 V1 ബൈ VC മൈനസ് C1. സോ നമുക്ക് C1നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ V1 ബൈ VC മൈനസ് 1. സോ C1 എന്ന് പറയുന്നത് 5 MF എന്നാണ് തന്നിരിക്കുക. V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 12 ദാറ്റ് ഡിവിഷൻ ബൈ 3 മൈനസ് 1 ദാറ്റ് ഈസ് 4 മൈനസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. So we get the answer as 15 mu F. So we get the choice as the second one. A good question. We can move with the question number 12. The energy stored in a capacitor of capacitance C having charge capital Q and potential V is. നമ്മൾ പല റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് CV² അല്ലെങ്കിൽ ഹാഫ് Q² ഡിവിഷൻ ബൈ C or equal to half into Q into V. So that is the concept there. So based on that we get C as the answer. We can move with the question number 13. A point charged 2 coulomb experiences a force that is given as is equal to 1000 Newton when moved between the 2 points separated by a distance of 2 centimeter in a uniform field. The potential difference between the two plates is, നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് Q into E ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പൊട്ടൻഷ്യൻ്റെ രൂപത്തിൽ നമുക്ക് V/D ആയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് F into D ഡിവിഷൻ ബൈ Q ആയിട്ട് നമുക്ക് പറയാം. The force is given as 10 cube into separation as 2 into 10 to the power of -2 division by the charge എന്ന് പറയുന്നത് it is 2 coulomb, 2 to cancel, and we get the value as 10 volt. That is C as the answer. We can move with the question number 14. The potential V at any point in space is given by V equal to 3 into x square. The electric field at the point. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് കമ്പോണൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ എക്സ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -dV/dx ആണെന്ന് നമുക്കറിയാം. സോ മൈനസ് ഇൻറ്റു 6x ആയിട്ട് മാറുകയാണ്. പക്ഷേ അറ്റ് ദ ലൊക്കേഷൻ x is equal to 1 meter ആണ്. സോ -6 വോൾട്ട് പെർ മീറ്റർ എന്നർത്ഥം എലോങ് ദി I ആക്സിസ്. സോ -I. സോ നെഗറ്റീവ് x ആക്സിസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഫോർ ദ 14 we get the answer as the A choice. നമ്മുടെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ദാറ്റ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. We know the polar molecules have a permanent electric dipole moment, so we can take A as the answer. So dear students, already said one important point, the electrostatics. നമുക്ക് മിനിമം 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം MCQs ചെയ്യാൻ ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.